വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇന്നും തുടരും. മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെടുത്ത സൂചിപ്പാറ, പരപ്പൻപാറ മേഖലകളിലായിരിക്കും സന്നദ്ധ പ്രവർത്തകരും ഫയർഫോഴ്സും അടങ്ങുന്ന സംഘം പ്രധാനമായും തെരച്ചിൽ നടത്തുക. അതേസമയം രേഖകൾ നഷ്ടമായവർക്കുള്ള വീണ്ടെടുക്കൽ ക്യാമ്പ് ഇന്ന് നടക്കും. വിവരങ്ങളുമായി ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുകയാണ് വയനാട്ടിൽ നിന്ന്. ശ്രീജിത്ത്, കഴിഞ്ഞ ദിവസം മുതൽ ക്യാമ്പുകളിൽ നിന്ന് സന്നദ്ധരായവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ജനകീയ തെരച്ചിലായിരുന്നല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇന്നും തുടരുമെന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം തന്നെ നിരവധി രേഖകൾ നഷ്ടമായവരുണ്ട്. അവർക്ക് വേണ്ടിയുള്ള വീണ്ടെടുക്കൽ ക്യാമ്പും ഇന്ന് ആരംഭിക്കുമല്ലോ. തീർച്ചയായും ക്രിസ്റ്റീന, അതുതന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. കാരണം ഇന്നലെ അവിടെ വന്ന സമയത്ത്, ഈ ക്യാമ്പുകളിൽ നിന്ന് ആളുകൾ വന്ന സമയത്ത് എന്തായാലും വളരെ വേദനിപ്പിക്കുന്ന കുറേ കാഴ്ചകളായിരുന്നു ആ മേഖലയിൽ കണ്ടിരുന്നത്. സ്വാഭാവികമായി അത്തരത്തിലുള്ള വേദനിപ്പിക്കുന്ന കാഴ്ചകൾ എല്ലാവരുടെയും കണ്ണുനീരണിയിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു. ഈ വീട് നഷ്ടപ്പെട്ട ആളുകളൊക്കെ ആ പ്രദേശത്തേക്ക് എത്തിച്ചേർന്ന് വലിയ വിഷമത്തോടു കൂടി കാര്യങ്ങൾ പറയുന്നതും, അതുപോലെ തന്നെ തൻ്റെ വീടായിരുന്നു ഈ പ്രദേശത്ത് ഇരുന്നിരുന്നത്, അതിപ്പോൾ കാണുന്നില്ല എന്ന് പറഞ്ഞ് വേദനയോടുകൂടി വിങ്ങിപ്പൊട്ടുന്നതും പൊട്ടിക്കരയുന്നതുമൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനായി. ഒരു ഇസാഖ് എന്ന ഒരു ചെറുപ്പക്കാരനെ ആശ്വസിപ്പിക്കാനാകാതെ മന്ത്രി എ കെ ശശീന്ദ്രൻ പോലും ആ ദുരന്ത ഭൂമിയിൽ വിങ്ങിപ്പൊട്ടുന്നൊരു കാഴ്ച നമുക്ക് കാണാനായി. എന്തായാലും ഇന്നും സമാനമായ രീതിയിലുള്ളൊരു തെരച്ചിൽ തന്നെയായിരിക്കും നടക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സൂചിപ്പാറ പരപ്പൻപാറ മേഖലയിൽ കൂടുതൽ തെരച്ചിൽ വ്യാപിപ്പിക്കുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഇന്നലെ തന്നെ അറിയിച്ചു കഴിഞ്ഞു. കാരണം ഇന്നലെ 3 ശരീരഭാഗങ്ങൾ ആ മേഖലയിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും വളരെ ശ്രമകരമായാണ് അത് പുറത്തെത്തിച്ചത്. ആ മേഖലയിൽ കൂടുതൽ ആളുകളെ കൂടി എത്തിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ശരീരഭാഗങ്ങളോ അല്ലെങ്കിൽ മൃതദേഹങ്ങളോ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഒരു മൃതദേഹം കൂടി ഇന്നലെ ചാലിയാറിൽ നിന്ന് ലഭിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് ഒരു കാരണവശാലും ഇപ്പോൾ ഈ സമയത്തൊന്നും തന്നെ ഇപ്പോൾ തെരച്ചിൽ നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇതുകൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ടത്, കുറേ രേഖകളൊക്കെ പലർക്കും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ രേഖകളെല്ലാം വീണ്ടെടുക്കാൻ വേണ്ടി ക്യാമ്പുകൾ ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകൾ തന്നെയായിരിക്കും ഈ ക്യാമ്പുകൾ നടക്കുക. എന്തായാലും ഈ രേഖകൾ ഉള്ള സമയത്ത് ആളുകൾക്ക് കൃത്യമായ രീതിയിൽ അവരുടെ പേര് വിവരങ്ങളെല്ലാം പറഞ്ഞ് എന്തെല്ലാം രേഖകളാണ് തങ്ങൾക്ക് നഷ്ടപ്പെട്ടതെന്ന് പറയാനുള്ള ഒരു അവസരം ആ മേഖലയിൽ ഉണ്ടാകും. എന്തായാലും ആ മേഖലയിൽ നിരവധി ഉദ്യോഗസ്ഥരുണ്ടാകും. അവരോട് കാര്യങ്ങളെല്ലാം സംസാരിച്ച് ആ രേഖകളെല്ലാം തന്നെ വീണ്ടെടുക്കുക എന്ന ഒരു പ്രക്രിയയിലേക്ക് കൂടി കടന്നിരിക്കുന്നത്. അതായത് തെരച്ചിൽ അതിൻ്റെ ഒരു അന്തിമഘട്ടത്തിലാണ്. കൂടാതെ ആളുകളെ റീബിൽഡ് എന്ന തരത്തിലേക്ക് ആളുകളെ മാറ്റുക എന്നതാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഏതാണ്ട് 225ഓളം വീടുകൾ ഇതിനകം തന്നെ സർക്കാർ കണ്ടെത്തി കഴിഞ്ഞ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് മടങ്ങുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീടുകളാണത്. എന്തായാലും അതൊന്നും പോരാ, കൂടുതലായ രീതിയിലുള്ള പുനരധിവാസം അവർക്ക് വേണമെന്നൊരാവശ്യം നിലവിലുണ്ട്. എന്തായാലും സർക്കാരിൻ്റെ മുൻപിൽ ഇനിയുള്ളത് കണ്ടെത്താനുള്ളവരെ ഏറ്റവും അവസാനത്തെ ആളെ കണ്ടെത്തുമെന്ന് പറയുമ്പോഴും അത് ദുഷ്കരം തന്നെയാണ്. അതിലേറ്റവും എടുത്തു പറയേണ്ടത് വലിയ പാറക്കഷ്ണങ്ങൾ ഇപ്പോഴും പല മേഖലയിലും കുന്നുകൂട്ടിയിട്ടിരിക്കുകയാണ്. രക്ഷാപ്രവർത്തകർ, സന്നദ്ധ പ്രവർത്തകർ ഇപ്പോഴും പറയുന്നുണ്ട് അതിന് അടിയിൽ നിന്നൊക്കെ ദുർഗന്ധം വരുന്നുണ്ട് എന്ന്. അപ്പോൾ സ്വാഭാവികമായി അതിൽ കൃത്യമായ രീതിയിൽ മൃതശരീരാവശിഷ്ടങ്ങൾ തന്നെയായിരിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരമാണെങ്കിൽ തെരച്ചിൽ നിന്നും തുടരും. അതിൽ ക്യാമ്പിൽ നിന്ന് ഉള്ള ആളുകൾ ഇപ്പോൾ പലരും വരാൻ സന്നദ്ധരാകുന്നില്ല. അതിൽ പ്രധാനപ്പെട്ട കാരണം ഈ മുണ്ടക്കയിലേക്കും അതുപോലെ തന്നെ ചൂരൽമലയിലേക്കും ഒക്കെ എത്തുന്ന സമയത്ത് തങ്ങളുടെ വീട് നിന്ന സ്ഥലം പോലും അവർക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല എന്നൊരു വിഷമമാണ് പലപ്പോഴും അവർക്ക് ആ ദുരന്ത ഭൂമിയിലെത്തുമ്പോൾ വലിയ ബുദ്ധിമുട്ടിലേക്ക് അവരെ കാര്യങ്ങൾ നയിക്കുന്ന കാരണമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും തെരച്ചിൽ തുടരും. രാവിലെ 7 മണിയോടുകൂടി സന്നദ്ധ പ്രവർത്തകരെത്തും. കഴിഞ്ഞ ദിവസത്തിന് വിപരീതമായി കാര്യമായ സന്നദ്ധ പ്രവർത്തകർ ഈ മേഖലയിലേക്ക്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ചൂരൽമലയിലാണ്, ഈ മേഖലയിലേക്ക് എത്തുന്നില്ല. കാരണം ഈ മേഖലയിലല്ല കൂടുതൽ തെരച്ചിൽ നടക്കുന്നു. മറ്റു പല മേഖലയിൽ, കാരണം ഉൾവനത്തിലൊക്കെയാണ് തെരച്ചിൽ നടക്കുന്നത്. ആ മേഖലയിലേക്ക് കൂടുതൽ സന്നദ്ധ പ്രവർത്തകർ എത്തിച്ചേരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ക്രിസ്റ്റീന. ശ്രീജിത്ത്, ഒപ്പം തന്നെ ഈ തിരിച്ചറിയാതെ സംസ്കാരം നടന്നവരുടെ DNA രേഖകൾ ഇന്ന് പുറത്തുവിടുകയാണല്ലോ. അപ്പോൾ ആരോഗ്യമന്ത്രി തന്നെ പറഞ്ഞിരുന്നു ഇത്തരത്തിലുള്ള DNA രേഖകൾ, അത് ബന്ധുക്കളുടെ DNA പരിശോധന ഈ സമയത്തൊക്കെ മാനസികമായും വൈകാരികമായുമുള്ള പിന്തുണ ഇവർക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള എന്തൊക്കെ നടപടികളാണ് ഉണ്ടാവുക? ഇന്ന് ഈ രേഖകൾ നഷ്ടമായവർക്കുള്ള ഒരു വീണ്ടെടുക്കൽ ക്യാമ്പ് കൂടിയുണ്ടല്ലോ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, രേഖകൾ വീണ്ടെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് 2 ക്യാമ്പുകൾ വെച്ചിട്ടുണ്ട്. അതിൽ എല്ലാ വകുപ്പുകളുടെയും ഉദ്യോഗസ്ഥർ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അത് ആധാർ കാർഡുകൾ നഷ്ടപ്പെട്ട ആളുകളുണ്ട്, പാസ്പോർട്ട് നഷ്ടപ്പെട്ട ആളുകളുണ്ട്, അങ്ങനെ ജീവിതത്തിൻ്റെ റേഷൻ കാർഡ് നഷ്ടപ്പെട്ട ആളുകളുണ്ട്. അങ്ങനെ ജീവിതത്തിൻ്റെ മുഴുവൻ സമ്പാദ്യങ്ങളും ആ വീട്ടിനുള്ളിൽ വെച്ച് ജീവരക്ഷാർത്ഥം, പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെട്ട ആളുകളാണ്. അവർക്കത് വീണ്ടെടുക്കാൻ ആവശ്യമായ എല്ലാവിധ സൗകര്യവും ഒപ്പം പിന്തുണയും സർക്കാർ നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇത് കൂടാതെയാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിൽ DNA പരിശോധനാ ഫലം വരുന്നത്. ആരോഗ്യമന്ത്രിയുടെ
ഇതടക്കമുള്ള വാക്കുകൾ കടമെടുത്താൽ കൃത്യമായ രീതിയിൽ ഒരു മെൻ്റൽ സപ്പോർട്ട്, ഒരു മാനസികമായ പിന്തുണ അവർക്ക് നൽകേണ്ടത് അത്യാവശ്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഒരു കൗൺസിലിംഗ് നൽകുന്നുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമില്ല. കാരണം എല്ലാം നഷ്ടപ്പെട്ട ആളുകളാണ് നിരവധി തവണ. കാരണം ഒരു വീട്ടിൽ ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും മക്കളെയും അല്ലെങ്കിൽ അച്ഛനെയും അമ്മയെയും സഹോദരിയും ഒക്കെ തന്നെ അല്ലെങ്കിൽ സുഹൃത്തിനെയും ഒക്കെ തന്നെ നഷ്ടപ്പെടുന്നൊരു സാഹചര്യമാണ്. പലപ്പോഴും ആശുപത്രി കിടക്കയിൽ കിടന്ന്, ഇന്നലെയൊക്കെ ഞാൻ ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ പോകുന്ന സമയത്ത് ആശുപത്രി കിടക്കയിൽ കിടക്കുന്ന പെൺകുട്ടിക്ക് അവരുടെ 3 മക്കൾ മരിച്ച വിവരം പറഞ്ഞതുപോലും അതിന് തൊട്ട് മുൻപാണ്. അതായത് ഇത്ര ദിവസം കഴിഞ്ഞിട്ടാണ് 3 മക്കളെ കാണുന്നില്ല എന്ന് പറഞ്ഞത്. അതിലൊരു മൃതദേഹം പോലും ലഭിച്ചിട്ടില്ല എന്നതും വളരെ വിഷമകരമായ കാര്യമാണ്. ആ പെൺകുട്ടി ഒന്ന് പൊട്ടിക്കരയാൻ പോലും ആകാതെ അവിടെ ഇരിക്കുന്ന ആ നെഞ്ചു പൊട്ടുന്നൊരു കാഴ്ചയാണ് മേഖലയിൽ നിന്ന് കണ്ടത്. അപ്പോൾ അവർക്കൊക്കെ മാനസികമായ പിന്തുണ മാത്രമല്ല, കൃത്യമായ രീതിയിലുള്ള ഒരു കൗൺസിലിംഗ് കൂടി ആവശ്യമാണ്. അത്തരത്തിലുള്ള ആളുകളെ അത്ര പെട്ടെന്നൊന്നും മറക്കാൻ കഴിയില്ലല്ലോ ക്രിസ്റ്റീന. അതൊരു ജീവിതത്തിൻ്റെ ഒരു ഭാഗം കൂടിയായിരുന്നല്ലോ. ഇത്ര വർഷം കഴിഞ്ഞ് ആ ഒരു മൂത്ത മകൻ പഠിക്കുന്ന 9ാം ക്ലാസ്സിലാണ്, ക്ഷമിക്കണം 9 വയസ്സുകാരനാണ്. അപ്പോൾ സ്വാഭാവികമായി അതൊക്കെ വലിയ വിഷമത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യമാണ്. കാരണം ഇത്ര വർഷം നോക്കി വളർത്തിയ മകൻ അല്ലെങ്കിൽ മകളൊക്കെ നഷ്ടപ്പെടുന്നത്, അച്ഛനമ്മമാർ നഷ്ടപ്പെടുന്നത് ഒരു രാത്രി കൊണ്ടാണ് നമ്മൾ സംഭവിക്കുന്നത്. സ്വാഭാവികമായി അതിനൊക്കെ വേണ്ട ഒരു കൗൺസിലിംഗ് നൽകുമെന്നാണ് സർക്കാർ ഇതിനകം തന്നെ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും അതിനുള്ള നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ചു കഴിഞ്ഞു. എന്തായാലും തെരച്ചിലാണ് പ്രധാനപ്പെട്ട ഘടകം. ഇന്ന് കാര്യമായ രീതിയിലുള്ള തെരച്ചിൽ നടക്കുക സൂചിപ്പാറ പരപ്പൻപാറ മേഖലയിലായിരിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ക്രിസ്റ്റീന, ശരി. ഇന്നത്തെ തെരച്ചിൽ രാവിലെ 7 മണിയോടെ തന്നെ, അതായത് അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുമെന്നാണ് ശ്രീജിത്ത് ശ്രീകുമാരൻ റിപ്പോർട്ട് ചെയ്യുന്നത്.